കാന്ത ട്രെയിലർ വന്നോടെ നല്ല ഹൈ എക്സ്പെക്റ്റേഷനാണ്. എനിക്കൊന്ന് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു മൂവി ആയിരിക്കും. ദുൽഖറിൻ്റെ സ്ക്രീൻ പ്രസൻസ് നമുക്കറിയാം. നമ്മുടെ ശരിക്കുള്ള മലയാളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ. അതായത് നമ്മുടെ മലയാള സിനിമകൾ അവിടെ എത്തിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ മറുഭാഷയുള്ള അവിടുത്തെ ഹീറോയിസിനോട് കോമ്പീറ്റ് ചെയ്യുന്ന ഇപ്പോൾ അതായത് ട്രെയിലർ ഇപ്പോൾ നമ്മുടെ പ്രഭാസ് ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പേജിലൂടെ അത് വരിക, അതിൻ്റെ തെലുങ്ക് പതിപ്പ് അങ്ങനെ റിലീസ്. അതായത് ഒരേ സമയം തന്നെ തെലുങ്കിലെ ഹീറോസായിട്ട് കോമ്പീറ്റ് ചെയ്യും, അവരുമായിട്ട് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. നമ്മൾ മലയാളത്തിലേക്ക് കാണുന്നില്ല എന്നുള്ള വിഷമം നിൽക്കുമ്പോഴും ഇങ്ങനത്തെ സിനിമയിൽ കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. അയാം ഗെയിം വരാനുണ്ട്. അപ്പോൾ കാന്ത ഒരു പീരിയഡ് ഡ്രാമയാണ്. അതെ, ലക്കി ഭാസ്കറും ഈ ഒരു കാര്യത്തിൽ സെയിം ആണല്ലോ. അതായത് പീരിയഡ് ഡ്രാമയാണ്. പക്ഷേ ഈ ഒരു പടം അതിനു മുമ്പുള്ള കാലഘട്ടമാണ് പറയുന്നത്. 50s 60s ആണ് പറയുന്നത്. 80s 90s ആണ് നമ്മൾ ലക്കി ഭാസ്കറിൽ കണ്ടത്. പക്ഷേ പീരിയഡ് പടങ്ങളിൽ പിന്നെ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓൾറെഡി ലക്കി ഭാസ്കറിൽ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിലെ കഥകൾ കാണുമ്പോൾ ഒരുപാട് ടെക്നിക്കൽ സാധനങ്ങളില്ലാത്ത കാലത്ത് നമ്മൾ ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന രീതി തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കഥ പറയും. നമ്മുടെ ഒരു ഫാസ്റ്റ് പേസിലുള്ള കഥ മാറിയിട്ട് കുറച്ചുകൂടെ റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറി പറയാൻ പറ്റിയ കാലഘട്ടമാണ്. പിന്നെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് ആദ്യത്തെ ഒരു തമിഴ് സിനിമ, ഒരു താരത്തിൻ്റെ ഉദയം, അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ. പിന്നെ എനിക്ക് ഈ ഒരു വൺലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇപ്പോൾ ലാലേട്ടൻ ചെയ്ത് നമ്മുടെ 20-ൽ MGRൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്തില്ലേ. അപ്പോൾ അത് അത്രയും ഇപ്പോഴും ആ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ്റെ കഥാപാത്രം തമിഴും നാട്ടിൽ അവർ എടുത്തു പറയുന്നുണ്ട്. അവിടുത്തെ മൂവി ആസ്വാദകർ ഇത് ആ സിനിമ പോലെ തന്നെയുള്ള ഒരു നടൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ കാലങ്ങളോളം ഓർത്തിരിക്കാവുന്ന അവരുടെ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ടുള്ള പ്രതീക്ഷ. അതിന് കാത്തിരിക്കുകയാണ്. എന്നാലും സിനിമയുടെ നവംബർ 12 റിലീസിന് വേണ്ടി കാത്തിരിക്കും. അതെ, ഒരു മാസ് മസാല എന്നുള്ളതിലുപരി പെർഫോമൻസ് ഓറിയൻറ്റഡ് സംഭവങ്ങളാണ്. ഇപ്പോൾ സീതാരാമാണെങ്കിലും ലക്കി ഭാസ്കർ ആണെങ്കിലും നല്ല സ്റ്റോറി ബേസുള്ള കഥകളാണ് ദുൽഖർ അന്യഭാഷയിൽ പോയി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ എന്തായാലും ഈ സിനിമയ്ക്കുണ്ട്. ക്രൗഡ് പുള്ളിങ് മാത്രമല്ല, ആ സ്ക്രിപ്റ്റിൻ്റെ വെറൈറ്റി, കഥ പറയുന്ന വെറൈറ്റിക്കും കൂടി കാത്തിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി.